നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിലെ പ്രതി അഫാന്റെ പിതാവ് തിരികെ നാട്ടിലെത്തിയിരിക്കുകയാണ്. 7 വർഷത്തിനു ശേഷം ഇദ്ദേഹം തിരികെ നാട്ടിലെത്തുന്നത് തീരാവേദനയിൽ. രാവിലെ 7:45 തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് അദ്ദേഹം എത്തുന്നത്. ഉമ്മയും മകനും സഹോദരനും ഉൾപ്പെടെ കുടുംബത്തിലെ 4 പേരെ തന്റെ മകൻ കൊന്നതറിഞ്ഞിട്ടും തിരികെ വരാനാകാതെ പ്രവാസ ലോകത്ത് കുടുങ്ങിക്കിടന്ന അദ്ദേഹം ഇപ്പോൾ തിരികെ നാട്ടിലെത്തിയെന്നത് പ്രവാസികൾക്കേറെ ആശ്വാസകരമാകുന്ന ഒരു വാർത്ത തന്നെയാണ്. സാമ്പത്തിക പ്രതിസന്ധിയും താമസരേഖയില്ലാത്തതും റഹീമിന്റെ യാത്ര പ്രതിസന്ധിയിലാക്കിയെന്ന വിവരങ്ങൾ നേരത്തെ പുറത്തുവന്നിരുന്നു. ഇത് പിന്നീട് ഇദ്ദേഹത്തിന് സാമൂഹിക പ്രവർത്തകന്റെ ഇടപെടലിലൂടെയാണ് തിരികെ നാട്ടിലെത്താൻ സാധിച്ചിരിക്കുന്നത്. നാടിനെ ഒന്നടങ്കം ഞെട്ടിപ്പിച്ച കൂട്ടക്കുരുതി നടത്തിയ കേസ്. വെഞ്ഞാറമൂട് കൊലപാതകത്തിൽ മരണപ്പെട്ടവരും കേസിലെ പ്രതിയും തന്റെ വേണ്ടപ്പെട്ടവരാണ് എന്ന വേദനയിൽ തന്നെയാണ് ഇപ്പോൾ റഹീം തിരികെ നാട്ടിലെത്തിയിരിക്കുന്നത്. രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ ശ്രമിക്കുന്ന പ്രവാസികൾക്ക് ഒരു തരത്തിൽ വേദനയും അതേപോലെ തന്നെ പേടിയും നിറയ്ക്കുന്ന ഒരു വാർത്തയായിരുന്നു ഇത്. എന്തായാലും ഇഖാമ പുതുക്കാതെ നിയമപ്രശ്നത്തിലും കച്ചവടം തകരാറിലായ സാമ്പത്തിക പ്രതിസന്ധിയിലും കുടുങ്ങിക്കിടന്ന് 7 വർഷമായി പ്രവാസ ജീവിതം തുടർന്നുകൊണ്ടിരിക്കുന്ന റഹീം ഇപ്പോൾ നാട്ടിലേക്ക് തിരികെ എത്തിയിരിക്കുന്നു എന്ന് തന്നെയാണ് പ്രവാസ ലോകത്തിന്റെ ഏറ്റവും ആശ്വാസകരമാകുന്ന ഒരു കാര്യം. പ്രവാസ ലോകത്തിലെ മലയാളികളുടെ അടക്കം സഹായത്തോടെയാണ് അദ്ദേഹം തിരികെ നാട്ടിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇളയ മകന്റെ മരണവും ഉമ്മയുടെയും സഹോദരന്റെയും സഹോദര ഭാര്യയുടെയും വേർപാടിനൊപ്പം മുത്തുമകൻ അഫാൻ കൊലക്കേസിൽ പ്രതിയാണ് എന്നത് തന്നെ ഇവിടെ വലിയൊരു ചോദ്യചിഹ്നമായി നിൽക്കുന്നുണ്ട്. ആ നടക്കുന്ന കൂട്ടക്കൊലയോടെയാണ് റഹീമിന്റെ സൗദിയിലുള്ള പ്രതിസന്ധി ജീവിതം പുറത്തേക്ക് വന്നത്. ഇതോടുകൂടെ സാമൂഹിക പ്രവർത്തകർ ഇടപെടുകയാണ് ചെയ്തത്. ദമാമിലെ ജീവകാരുണ്യ പ്രവർത്തകനും ലോക കേരള സഭ അംഗവുമായിട്ടുള്ള നാസ് വക്കമാണ് റഹീമിന് നാട്ടിലേക്കുള്ള യാത്ര സാധ്യമാക്കി കൊടുത്ത് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചതെന്നതാണ് വിവരം. നാസ് വക്കത്തിന്റെ ഇടപെടലിലൂടെയാണ് യാത്രാരേഖകളൊക്കെ പെട്ടെന്ന് തന്നെ ശരിയാക്കി നൽകിയത്. വിവരം അറിഞ്ഞെത്തിയിട്ടുള്ള നാസ് വക്കം ആശ്വസിപ്പിക്കുകയും നേരെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് ഇയാളെ കൂട്ടിക്കൊണ്ടുപോകുകയായിരുന്നു ചെയ്തിരുന്നത്. ജവാസ്, അതായത് സൗദി പാസ്പോർട്ട് വകുപ്പ്, ആ ഒരു സിസ്റ്റം പരിശോധിച്ചപ്പോഴാണ് ഒരു തരത്തിലുള്ള കേസും ഇദ്ദേഹത്തിന്റെ പേരിൽ ഇല്ല എന്ന് മനസ്സിലാകുന്നത്. തന്റെ കീഴിൽ നിന്ന് ഒളിച്ചോടിയെന്ന് സ്പോൺസർമാർ പരാതിപ്പെട്ട ഹുറൂബ് കേസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്ന സംശയം ആദ്യം ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. എന്നാൽ അത്തരമൊരു പരാതി സ്പോൺസർമാർ നൽകിയിട്ടില്ല എന്ന് പിന്നീട് കണ്ടെത്തി. പക്ഷേ ഇഖാമയുടെ കാലാവധി കഴിഞ്ഞിട്ട് 3 വർഷമായി എന്നത് ഇദ്ദേഹത്തിന് വലിയൊരു പ്രതിസന്ധിയായിരുന്നു. 3 വർഷത്തെ ഇഖാമ ഫീസും ലെവിയും പുതുക്കാൻ വൈകിയതിലുള്ള പിഴയും സഹിതം ഏതാണ്ട് 6 ലക്ഷത്തോളം റിയാൽ അടയ്ക്കണം എന്നതായിരുന്നു ഇദ്ദേഹത്തിന് മുന്നിലുള്ള പ്രധാന പ്രതിസന്ധി. ഡോക്ടർ സിദ്ദിഖ് അഹമ്മദിനെ പോലുള്ള പ്രവാസി വ്യവസായികൾ ഇതിന് സഹായം വാഗ്ദാനം ചെയ്തതോടുകൂടി തന്നെ നാസ് വക്കത്തിന് ഇദ്ദേഹത്തിനെ തിരികെ നാട്ടിലെത്തിക്കാനുള്ള ഒരു പ്രവർത്തനം പെട്ടെന്നാക്കി എന്ന് തന്നെ പറയേണ്ടി വരും. എന്തായാലും സൗദി നാടുകടത്തൽ കേന്ദ്രം, പാസ്പോർട്ട് വിഭാഗം എന്നിവയുടെ മേധാവികളെ നേരിട്ട് കണ്ട ദയനീയ സ്ഥിതി ബോധ്യപ്പെടുത്തിയതോടെ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതോടെ ഇദ്ദേഹം ഇപ്പോൾ തിരികെ നാട്ടിലെത്തിയിരിക്കുകയാണ്. അബ്ദുറഹീമിനെ നാസ് ദമാം നാടുകടത്തൽ കേന്ദ്രത്തിന് നേരിട്ട് ഹാജരാക്കുകയാണ് ഉണ്ടായത്. സാധാരണ ഒരാൾ നാടുകടത്തൽ കേന്ദ്രത്തിൽ എത്തിക്കഴിഞ്ഞാൽ 3 ദിവസം കഴിഞ്ഞ് മാത്രമേ നടപടിക്രമങ്ങളൊക്കെ ആരംഭിച്ച് പൂർത്തീകരിച്ച് കുറഞ്ഞത് 7 ദിവസമെങ്കിലും കഴിയാതെ അവിടെ നിന്ന് സാധിക്കാറില്ല. പക്ഷേ അധികൃതർ ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് എല്ലാ നിയമക്കുരുക്കുകളും പെട്ടെന്ന് തന്നെ അഴിച്ച് ഫൈനൽ എക്സിറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി സഹായിക്കുകയായിരുന്നു. മറ്റ് തടസ്സങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി തന്നെ പരമാവധി രഹസ്യമായിട്ട് തന്നെയാണ് ഇക്കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത്. എന്തായാലും ഇപ്പോൾ അദ്ദേഹം തിരികെ നാട്ടിലെത്തിയിരിക്കുകയാണ്. ഇനിയാണ് ഇദ്ദേഹം പോലീസിന് മൊഴി നൽകാൻ പോകുന്നത്. തന്റെ മകൻ എന്തിനാണ് തന്റെ കുടുംബത്തിലെ 4 പേരെയും അതുപോലെ തന്നെ പെൺസുഹൃത്തിനെയും ഒക്കെ കൊന്നത്, എന്താണ് ഇത്രമാത്രം സാമ്പത്തിക പ്രതിസന്ധി മകനുണ്ടായിരുന്നത്, മകൻ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തന്നോട് പറഞ്ഞിരുന്നോ എന്ന് തുടങ്ങിയിട്ടുള്ള എല്ലാ നിർണായക വിവരങ്ങളും ഈ പിതാവ് പോലീസിന് നൽകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും പിതാവിന്റെ മൊഴിയും ഈ കേസിൽ നിർണായകമാകും എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തുവരുന്ന സൂചന.